നമസ്കാരം, ഷാൻ ചേച്ചിയാണേ. ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാലില്ല പെരുമ്പന്തൽ. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. കഴിഞ്ഞ ആഴ്ച ആൽഫ്രഡും ആൻലിയയും അമേലിയയും ഒക്കെ ആയിരുന്നില്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേ? അവരുടെ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോണേട്ടോ. ആൻലിയ ചൊല്ലണ ഒരു മലയാളം കവിത കേട്ടാലോ? ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു, എൻ്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്ന തെങ്ങുവേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്ന തെങ്ങുവേറെ. ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ. കനിവിൻ്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരു ആകാശമെങ്ങുവേറെ. ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും, ഒരു കൊച്ചു രാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും, കനിവിലൊരു കല്ല് കനി മധുരമാകുമ്പോഴും, കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു. നിന്നിൽ അഭയം തിരഞ്ഞു പോകുന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണെൻ്റെ സ്വർഗം. നിന്നിലടിയുന്നതേ നിത്യസത്യം, നിന്നിലടിയുന്നതേ നിത്യസത്യം. ഇനി ഒരു കുഞ്ഞു കഥ കേൾക്കാം. ആൽഫ്രഡ് ആണേ പറയണേ. ഹലോ കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സൗഹൃദത്തിന്റെ വില എന്നൊരു കൊച്ചു കഥയാട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരിക്കൽ രണ്ട് കൂട്ടുകാർ മരുഭൂമിയിൽ കൂടി നടന്നു പോവുകയായിരുന്നു. ആ യാത്രയുടെ ഇടയിൽ അവർ തമ്മിലൊരു തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. അടികൊണ്ട് കൂട്ടുകാരനോ ഒരുപാട് വേദനിച്ചു. എങ്കിലും അവനൊന്നും പറഞ്ഞില്ല. പകരം അവൻ മരുഭൂമിയിലെ മണലിൽ എഴുതി, ഇന്നെന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രയുടെ ഇടയിൽ ദാഹിച്ചു വലഞ്ഞ് അവർ ഒരു മരിപ്പച്ച കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി. അപ്പോൾ ആദ്യത്തെ അടി കൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴിയിൽ മുങ്ങാൻ തുടങ്ങി. എന്നാൽ അവൻ്റെ പ്രിയ കൂട്ടുകാരൻ അവനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു. രക്ഷപ്പെട്ട കൂട്ടുകാരൻ അവിടെ ഇരുന്നൊരു കല്ലിൽ എഴുതി, ഇന്നെൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. അവനെ അടിച്ചതും പിന്നെ ജീവൻ രക്ഷിച്ചതുമായ കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി, എന്നാൽ ഇപ്പോൾ നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് കല്ലിൽ എഴുതിയത്? കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മൾ മണലിൽ എഴുതണം. ക്ഷമയാകുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. പക്ഷേ ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ നമ്മളത് കല്ലിൽ എഴുതി വയ്ക്കണം, ഒരിക്കലും മാഞ്ഞു പോകാത്തതുപോലെ. ഈ കഥയുടെ ഗുണപാഠമാണ്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ
അവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും മറക്കാനും നമുക്ക് കഴിയണം. അതുപോലെ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും വേണം. അപ്പോഴാണ് സുഹൃത്ത് ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. ഒരു സൂപ്പർ സ്കിറ്റ് കേക്കാട്ടോ. പ്രിയപ്പെട്ടവരെ, അച്ഛനും അമ്മയും പിരിയുന്നതിലൂടെ അനാഥമാകുന്ന കുരുന്നു ബാല്യത്തിന്റെ നൊമ്പരമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സുശീലേ, എടി സുശീലേ, നീ ഇത് എവിടെ പോയി കിടക്കുവാ? ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? എന്താ മനുഷ്യ നിങ്ങൾ ഇവിടെ കിടന്ന് തൊള്ള തുറക്കുന്നേ? ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ തനിയതങ്ങ് എടുത്ത് കുടിക്ക്. ഇവൾ ഇത്ര അത്യാവശ്യപ്പെട്ട് ഇത് എന്തെടുക്കുക? ആഹാ, ഇതായിരുന്നല്ലേ. എന്താണ് ഈയിടെയായിട്ടൊരു ഒരുക്കം? കുറച്ച് നാളായി നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുക. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മേ അമ്മേ, ഇത് കണ്ടോ? എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. നോക്കമ്മേ. ഒന്ന് മാറി നിൽക്കടി അങ്ങോട്ട്. അവളുടെ ഒരു ട്രോഫി. അയ്യോ, എൻ്റെ ട്രോഫി. ഞാൻ എത്ര സന്തോഷത്തോടെ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അമ്മ ഒന്നും നോക്കിയത് പോലുമില്ല. അച്ഛാ അച്ഛാ, ഇത് കണ്ടോ? എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. നോക്കച്ചാ. ഒന്ന് മാറി നിൽക്കടി അങ്ങോട്ട്. ആന കാര്യത്തിൻ്റെ ഇടയ്ക്ക് അവളുടെ ഒരു ചേനക്കാര്യം. അതെ, മുമ്പ് നിങ്ങൾ എന്തു മനസ്സിലായെന്നാ പറഞ്ഞേ? മനസ്സിലായെങ്കിൽ കേമമായി പോയി. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അങ്ങനെ ചോദിക്കാൻ കല്യാണം കഴിച്ച് തൻ്റെ അടിമയൊന്നുമല്ല ഞാൻ. ധിക്കാരി. ആഹാ, നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കാടി. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഞാൻ കാണിച്ചു തരാം. നിന്റെ കൂടെയുള്ള പൊരുതി ഞാൻ ഇന്ന് തന്നെ അവസാനിപ്പിക്കും. നമുക്കിനി കോടതിയിൽ വെച്ച് കാണാം. അതെ, അവിടെ നിന്നേ. അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ. ഞാനും കുറച്ച് നാളെ ആലോചിക്കുക. ഇന്ന് തന്നെ നമുക്ക് ഡൈവേഴ്സ് ഒപ്പിട്ട് വാങ്ങാം. പക്ഷെ ഒരു കാര്യം, മോളൂട്ടിയെ ഞാൻ എടുക്കും. ആ, നിങ്ങൾ അങ്ങനെ എടുക്കുമെന്ന് വിചാരിക്കണ്ട. ചത്താലും എൻ്റെ മോളെ ഞാൻ വിട്ടു തരില്ല. എന്നാൽ നീ തന്നെ എടുത്തോ. ആർക്ക് വേണോ ആസത്തിനെ? ആഹാ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലിപ്പ് ഇതായിരുന്നു അല്ലേ? നിങ്ങൾ തന്നെ എടുത്തോ നിങ്ങളുടെ പുന്നാര മോളെ. അയ്യോ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതെന്ത് പറ്റി? എൻ്റെ അച്ഛനും അമ്മയും ഇനി തിരിച്ചു വരുമോ? എനിക്ക് പേടിയാകുന്നു ദൈവമേ. ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ദൈവമേ? എനിക്ക് പേടിയാകുന്നു. ആരെനിക്ക് സ്കൂളിലെ ബാഗും ബുക്കൊക്കെ വാങ്ങിത്തരും? ആരെന്നെ സ്കൂളിൽ വിടും? അയ്യോ ദൈവമേ, എനിക്ക് പേടിയാകുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഇനി തിരിച്ചു വരുമോ? കുടുംബത്തിന്റെ നെടും തൂണുകൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർക്ക് വീടിനെ സ്വർഗമാക്കാനും നരകമാക്കാനും സാധിക്കും. നിങ്ങളുടെ മക്കൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ വളരേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കുട്ടികൾ എപ്പോഴും മാതൃകയാക്കുന്നത് അച്ഛനെയും അമ്മയെയുമാണ്. അതിനാൽ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതൃകയാകാൻ നിങ്ങൾ ശ്രമിക്കണം. ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് വരാവേ. പുത്രനെ വാഴ്ത്തിടാം, വാഴ്ത്തിടാം, വാഴ്ത്തിടാം. ദിവ്യുണ്ണിയെ വാഴ്ത്തിടാം, ദൈവപുത്രനെ വാഴ്ത്തിടാം. കിളിജാലങ്ങൾ പാടിടുന്നു, രാവിന്റെ ഹൃത്തു തുടിച്ചിടുന്നു. കിളിജാലങ്ങൾ പാടിടുന്നു, രാവിന്റെ ഹൃത്തു തുടിച്ചിടുന്നു.
ബത്ലഹേം കോരിത്തരിച്ചിടുന്നു, വിസ്മയം മുട്ടിട്ടു നിന്നിടുന്നു. ബത്ലഹേം കോരിത്തരിച്ചിടുന്നു, വിസ്മയം മുട്ടിട്ടു നിന്നിടുന്നു. വെള്ളിയലുത്തിട്ട പൂമരങ്ങൾ വെള്ളി നിലാവിൽ കുളിച്ചു നിന്നു. വെള്ളിയലുത്തിട്ട പൂമരങ്ങൾ വെള്ളി നിലാവിൽ കുളിച്ചു നിന്നു. മഞ്ഞിൻ കണങ്ങളാൽ വല്ലിജാലം മഞ്ചിമയോലുന്ന മാല തീർത്തു. മഞ്ഞിൻ കണങ്ങളാൽ വല്ലിജാലം മഞ്ചിമയോലുന്ന മാല തീർത്തു. വാഴ്ത്തിടാം വാഴ്ത്തിടാം ദിവ്യയുണ്ണിയേ, വാഴ്ത്തിടാം ദൈവപുത്രനെ, വാഴ്ത്തിടാം 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 ദിവ്യയുണ്ണിയേ, വാഴ്ത്തിടാം ദൈവപുത്രനെ, വാഴ്ത്തിടാം. കന്യകമാതാവിൻ പാണികളിൽ കാരുണ്യം പിഞ്ചോമൽ പൈതലായി. കന്യകമാതാവിൻ പാണികളിൽ കാരുണ്യം പിഞ്ചോമൽ പൈതലായി. താരാട്ടു പാടുന്നു മാലാഖമാർ, താളം പിടിക്കുന്നു തെന്നലെങ്ങും. താരാട്ടു പാടുന്നു മാലാഖമാർ, താളം പിടിക്കുന്നു തെന്നലെങ്ങും. നക്ഷത്രദീപങ്ങൾ മിന്നിടുന്നു, നിത്യപ്രകാശം പകർന്നിടുന്നു. നക്ഷത്രദീപങ്ങൾ മിന്നിടുന്നു, നിത്യപ്രകാശം പകർന്നിടുന്നു. വീടുകൾ തോറുമാ നക്ഷത്രങ്ങൾ വീണ്ടും ഈ ക്രിസ്മസിൽ കാണൂ നമ്മൾ. വീടുകൾ തോറുമാ നക്ഷത്രങ്ങൾ വീണ്ടും ഈ ക്രിസ്മസിൽ കാണൂ നമ്മൾ. വെള്ളിയലുത്തിട്ട പൂമരങ്ങൾ വെള്ളി നിലാവിൽ കുളിച്ചു നിന്നു. വെള്ളിയലുത്തിട്ട പൂമരങ്ങൾ വെള്ളി നിലാവിൽ കുളിച്ചു നിന്നു. മഞ്ഞിൻ കണങ്ങളാൽ വല്ലിജാലം മഞ്ചിമയോലുന്ന മാല തീർത്തു. മഞ്ഞിൻ കണങ്ങളാൽ വല്ലിജാലം മഞ്ചിമയോലുന്ന മാല തീർത്തു. വാഴ്ത്തിടാം വാഴ്ത്തിടാം ദിവ്യയുണ്ണിയേ, വാഴ്ത്തിടാം ദൈവപുത്രനെ, വാഴ്ത്തിടാം 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 ദിവ്യയുണ്ണിയേ, വാഴ്ത്തിടാം ദൈവപുത്രനെ, വാഴ്ത്തിടാം ദൈവപുത്രനെ, വാഴ്ത്തിടാം ദൈവപുത്രനെ, വാഴ്ത്തിടാം. ഒരു കഥ കൂടി കേൾക്കാം. അമേലിയാണ് കേട്ടോ പറയണേ. കിട്ടുക്കാക്കയും മിട്ടുക്കാക്കയും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം അവർ തമ്മിൽ വെറുതെ ഒരു തർക്കമുണ്ടായി. തങ്ങളിൽ ആരാണ് മിടുക്കരും ശക്തനുമെന്നായിരുന്നു അവരുടെ തർക്കം. തർക്കം മൂത്തു, വലിയ വഴക്കായി. അപ്പോൾ കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മളിൽ ആരാണ് മിടുക്കനെന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. മിട്ടുക്കാക്കയ്ക്ക് അത് സമ്മതമായി. അപ്പോൾ കിട്ടുക്കാക്ക പറഞ്ഞു, നമ്മൾ രണ്ടാളും കനമുള്ള സഞ്ചിയും കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും
വിജയിക്കുന്നത്. അങ്ങനെ 2 പേരും പന്തയത്തിന് തയ്യാറായി. കിട്ടുകാക്ക ദുഷ്ടമനസ്സുള്ളവനും കൗശലക്കാരനുമായിരുന്നു. അവൻ സ്വന്തം സഞ്ചിയിൽ പഞ്ഞിത്തുണ്ടുകൾ നിറച്ചു. മിട്ടുവിൻ്റെ സഞ്ചിയിൽ പക്ഷെ ഉപ്പായിരുന്നു നിറച്ചിരുന്നത്. അങ്ങനെ 2 പേരും പറന്നു തുടങ്ങി. കിട്ടു മിട്ടുവിനേക്കാൾ ഉയരത്തിൽ പറന്നു. കാരണം അവൻ്റെ സഞ്ചിയിലുണ്ടായിരുന്നത് പഞ്ഞിത്തുണ്ടുകളായിരുന്നല്ലോ. ഉപ്പ് സഞ്ചിയുമായി പറക്കേണ്ടി വന്നതിനാൽ മിട്ടുവിന് അധിക ഉയരത്തിൽ പറക്കാൻ സാധിച്ചില്ല. കാക്കകൾ പറന്നു തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ മഴ തൂവാൻ തുടങ്ങി. കിട്ടുവിൻ്റെ പഞ്ഞിത്തുണ്ടുകൾ മഴത്തുള്ളികൾ വീണ് നനഞ്ഞു കുതിർന്നു. അവൻ്റെ സഞ്ചിയുടെ ഭാരം കൂടി. മിട്ടുവിൻ്റെ സഞ്ചിയിലെ ഉപ്പാകട്ടെ അലിഞ്ഞും പോയി. അങ്ങനെ അവൻ്റെ സഞ്ചിയുടെ ഭാരം കുറഞ്ഞു. അങ്ങനെ മിട്ടു ഉയരത്തിൽ പറക്കുകയും പന്തയത്തിൽ ജയിക്കുകയും ചെയ്തു. ദുഷ്ടനായ കിട്ടുകാക്ക ഇതിൽ നിന്നും ഒരു പാഠം പഠിച്ചു. മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കുകയില്ല. സത്യം മാത്രമേ വിജയിക്കൂ. ഇനി ഒരു ലളിതഗാനം കേക്കാട്ടോ. ആൻലിയാണേ പാടണേ. കിളിക്കൊഞ്ചലോടെ കൂടും കളിക്കൂട്ടുകാരൻ നീയോ, ഒളിക്കുന്നതെന്താണ്, വീണ്ടും എന്നെ വിളിക്കുന്നതെന്താണ്, തനിച്ചൊന്നു കാണാനെന്നും പനിച്ചൊന്നു പോയൻ മോഹം, മനം കണ്ണിലേക്കും തീയാണ്, തീർത്ഥമാകാൻ എനിക്ക് നീ അല്ലാതാരാണ്. കിളിക്കൊഞ്ചലോടെ കൂടും കളിക്കൂട്ടുകാരൻ നീയോ, മുളം തണ്ട മൂളും നേരം ഇടം കണ്ണടങ്ങാതെന്തോ കൊതിക്കുന്ന കോപാലി പെണ്ണ്, എന്നിലാകെ കിതയ്ക്കുന്ന കോശാല പെണ്ണ്, മുളം തണ്ട് മൂളും നേരം ഇടം കണ്ണടങ്ങാതെന്തോ കൊതിക്കുന്ന കോപാലി പെണ്ണ്, എന്നിലാകെ കിതയ്ക്കുന്ന കോശാല പെണ്ണ്, ഇളം മഞ്ഞിറങ്ങിയുള്ളിൽ ഇളം കാറ്റിണങ്ങി മേയിൽ മുഖം തന്നിടാതെ എങ്ങാണ്, പണ്ട് തൊട്ടേ സുഖം തന്നെ രോണം നീയാണ്. കിളിക്കൊഞ്ചലോടെ കൂടും കളിക്കൂട്ടുകാരൻ നീയോ, മഴക്കാറ് കാണും നേരം പുഴത്താളമോടെ ഞാനും ചിലമ്പുന്ന കാളിന്തി പെണ്ണ്, മാറിക്കൊള്ളാൻ തുളുമ്പുന്നൊരമ്പാടി പെണ്ണ്, മഴക്കാറ് കാണും നേരം പുഴത്താളമോടെ ഞാനും ചിലമ്പുന്ന കാളിന്തി പെണ്ണ്, മാറിക്കൊള്ളാൻ തുളുമ്പുന്നൊരമ്പാടി പെണ്ണ്, പുലർക്കാലമായാൽ പിന്നെ മയിൽ പീരി ചൂടും നിന്നെ കുയിൽ പാട്ടിലൂടെ തേടുന്നേ, എൻ്റെ പൊന്നെ വേൽക്കാഞ്ഞിരുന്നു ഞാൻ താനേ. കിളിക്കൊഞ്ചലോടെ കൂടും കളിക്കൂട്ടുകാരൻ നീയോ, ഒളിക്കുന്നതെന്താണ്, വീണ്ടും എന്നെ വിളിക്കുന്നതെന്താണ്, തനിച്ചൊന്നു കാണാനെന്നും പനിച്ചൊന്നു പോയൻ മോഹം, മനം കണ്ണിലേക്കും തീയാണ്, തീർത്ഥമാകാൻ എനിക്ക് നീ അല്ലാതാരാണ്. കിളിക്കൊഞ്ചലോടെ കൂടും കളിക്കൂട്ടുകാരൻ നീയോ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാലില്ല പെരുമ്പന്തൽ. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ആകാശം. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ.
അപ്പോൾ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കണം കേട്ടോ. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പർ എടുത്തിട്ട് എഴുതിക്കോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 685613. ഒന്നോട് പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 685613. ഇനിയിപ്പോൾ കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം സ്പൈസ് FM-ന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ.